ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് ടൈമും അതായത് ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ നാളെ രാവിലേക്ക് ഉദ്ദേശിക്കുന്നത് ആപ്പൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്നതുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആപ്പം ഉണ്ടാക്കാൻ പോകുന്നത്, ട്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി തന്ന പോലെ ചെയ്യണം, ആ പറഞ്ഞ അളവിലും അതേപോലെ ചെയ്യുക. ആൻറ്റിയുടെ ഹെൽപ്പോട് കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി കണ്ട് സംസാരിച്ചപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് മാവാണ്. അതിനെ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 2 കപ്പ് വെള്ളം ചൂടാക്കിയതാണ്. ജസ്റ്റ് ചൂടുവെള്ളം വേണ്ടുള്ളൂ, തിളച്ച വെള്ളമൊന്നും വേണ്ട. ചൂടുവെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ ചപ്പാത്തി കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇപ്പോൾ ഇത് കുഴച്ച് ആദ്യം വയ്ക്കും, അത് കഴിഞ്ഞ് കറി വയ്ക്കൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാവരക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് കുറച്ച് മുമ്പാണ് ചപ്പാത്തി ചുടുള്ളൂ. ചപ്പാത്തി പരത്തിയിട്ട് ആ സമയത്ത് ചുട്ട് വയ്ക്കുള്ളൂ. പിന്നെ ചപ്പാത്തി എപ്പോഴും പരത്തി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ലാസ്റ്റ് എണ്ണ പുരട്ടിയിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കും. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വയ്ക്കും. അതാണ്. അപ്പോൾ ചപ്പാത്തി മാവ് റെഡിയായി. ഈ മാവ് കുറച്ച് സമയത്ത് എന്തെങ്കിലും ചെറിയ പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പം അങ്ങ് വിട്ടു പോയിച്ചാൽ പിന്നെ അത് ഒന്നാമത് മറന്നു പോവുകയും ചെയ്യും, പിന്നെ ആകെ വൃത്തികേടായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോയാൽ വേഗം പണി കഴിയും. ഇനിയിപ്പോൾ മാവ് അരയ്ക്കാൻ പോവാണ്. ആപ്പത്തിൻ്റെ മാവൊക്കെ മിക്സിയിൽ അരച്ചാൽ മതി, മിക്സിയുടെ വലിയ ജാറിൽ അരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ 2 കപ്പ് പച്ചരിയാണ് കുതിർത്താനായിട്ട്. ഒരു 4-5 മണിക്കൂർ, 5 മണിക്കൂർ കൂടുതലായിട്ടുണ്ടാകും കുതിർത്താൻ. കുറച്ച് പച്ചരിയും കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ ഇട്ടിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റിലോട്ട് അരയ്ക്കുമ്പോഴാണ് ഈസ്റ്റൊക്കെ ചേർത്തിട്ട് അരയ്ക്കുക. അപ്പോൾ ആദ്യം കുറച്ച് എല്ലാം അതായത് ചോറ് മുഴുവനും ഒരുമിച്ചിടില്ല, കുറച്ച് അരി എടുക്കും. ആ അരിയിലോട്ട് വേണ്ട കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. ഈ മാവ് അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഈസ്റ്റ് ചേർക്കുമല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് പൊങ്ങി വരും. അതുകൊണ്ട് എപ്പോഴും ആപ്പമാവൊക്കെ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഒരു വലിയ പാത്രത്തിലോട്ട് വെക്കുന്നതാവും നല്ലത്. നാളെ എടുക്കാൻ എളുപ്പത്തിൽ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇതുവരെ ഒരു ഓവർനൈറ്റ് വെക്കണമല്ലോ. ഓവർനൈറ്റ് വെക്കുന്ന സമയത്ത് ഒരു വലിയ പാത്രത്തിൽ വെച്ചാൽ അങ്ങനെ പൊങ്ങി പുറത്തോട്ടൊന്നും ആവില്ല, എടുക്കാൻ എളുപ്പമായിരിക്കും, വൃത്തികേടാവില്ല രാവിലേക്ക് കാണുമ്പോഴേക്കും. അപ്പോൾ അടുത്ത ട്രിപ്പ് അതേപോലെ ഒഴിച്ചു. ഈ ട്രിപ്പിലോട്ട് ഞാൻ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചരി, തേങ്ങ, ചോറ്, ഈസ്റ്റ്, പഞ്ചസാര, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അങ്ങനെ മാവ് റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടണം. ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അതിനുശേഷം ആ മാവ് കഴുകിയ അവിടെയൊക്കെ ഇങ്ങനെ പൊടിയോ അല്ലെങ്കിൽ ആ മാവിൻ്റെ ബാക്കിയോ വെള്ളമോ ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അപ്പം തന്നെ അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മാവ് അരച്ച മിക്സിയുടെ പാത്രം, ചോറെടുത്ത പാത്രം, അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ കുറച്ചുണ്ടായിരിക്കും. അതെല്ലാം അപ്പം തന്നെ അങ്ങനെ കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ കിച്ചൺ ക്ലീൻ ആയിരിക്കും എപ്പോഴും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിരി ഹാർഡ് വാട്ടറാണ്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം വന്നു വെച്ചാൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കല്ല, വെള്ളത്തിന് ഇങ്ങനെ തുടയ്ക്കാതെ വിട്ടു വെച്ചാൽ അതങ്ങനെ കറ പിടിക്കുകയുള്ളൂ. കറ പിടിച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോഴേ ക്ലീൻ ചെയ്തെടുക്കും. ഇനി രാത്രിക്കുള്ള ചപ്പാത്തിയുടെ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ബേബി പൊട്ടറ്റോ വെച്ചിട്ട് ഒരു ആലൂദം ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ബേബി പൊട്ടറ്റോ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ട വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണേ. ഇതിൽ ഞാൻ തക്കാളിയും ഉള്ളിയൊക്കെ വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം ഒന്ന് വഴറ്റിയിട്ട് അരച്ചിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനത്തെ കറിയിലൊക്കെ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ടും കിട്ടും, ഗ്രേവി ഇത്തിരി ടേസ്റ്റായിട്ടും ഉണ്ടായിരിക്കും.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ വീഡിയോയിൽ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ കറക്റ്റായിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങ് കുറേ ചെയ്തിട്ട് അങ്ങ് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ അങ്ങ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അങ്ങ് ഫോളോ ചെയ്തില്ല. അത്യാവശ്യം നമുക്ക് അറിയണ ബേസിക് ആയിട്ടുള്ള ഉള്ളിയും തക്കാളി വഴറ്റിയിട്ട് പിന്നെ മസാല റെഡിയാക്കും. അങ്ങനെ ഇതിലൂടെ ഞാൻ കുറച്ച് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മറ്റേ ഒന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വഴറ്റിയിട്ട് കടിക്കാൻ പോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ഞാൻ ക്യാഷു അല്ല ഇടുന്നത്, കുറച്ച് പീനട്ട് ഉണ്ടായിരിക്കില്ലേ, നിലക്കടല ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി പിന്നെന്താ നിലക്കടലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിപ്പോൾ വഴറ്റായിട്ടിരിക്കുന്നത്. ഈ കറിയിൽ കുറച്ച് ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. ഒന്നാമത് പൊട്ടറ്റോ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഗ്യാസുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിന് ഒരു ഇഞ്ചി കൂടി ചേർക്കാൻ നല്ലതായിരിക്കും. ആ സമയം കൊണ്ട് നമുക്കെന്നാൽ പൊട്ടറ്റോടെയൊക്കെ തോല് കളഞ്ഞെടുക്കാം. കുറച്ച് ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം തോല് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചാൽ എല്ലാം റെഡിയാക്കി വെച്ച കറി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കറിക്കുള്ളതെല്ലാം റെഡിയായി. ഇനി കുറച്ച് നേരം കുട്ടികളെ കൂട്ടിയിട്ട് പാർക്കിലൊന്ന് പോയിട്ട് വരാം. പാർക്ക് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ തന്നെയുള്ള ചെറിയൊരു പ്ലേ ഏരിയയാണ്. കുറച്ച് നേരം അവരുടെ കളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് വരാം. അങ്ങനെ പോയി വന്നു. അപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് തണുത്താറിയിട്ടുണ്ട്. ഇനി അങ്ങ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ ചെയ്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ശരിക്കും ആ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ടാണ് ഈ അരച്ചത് ഒഴിക്കേണ്ടത്. പക്ഷേ ഞാൻ ഓർമ്മയില്ലാതെ ആദ്യമേ മിക്സിയിൽ ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ടുപോയി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ പാനിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു പോയി. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതായത് ആദ്യം തന്നെ വഴറ്റെടുത്തു. ശരി, ആ ഉള്ളി കട്ട് ചെയ്ത ഉള്ളി എടുക്കാൻ മറന്നുപോയി. പിന്നീട് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനതങ്ങ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് ഇട്ടു. അതെന്നാലും ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് വെന്താൽ മതി. പക്ഷേ ഉള്ളി അങ്ങ് വഴറ്റിച്ച് ആ പച്ചമണങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ട് എനിക്കൊരബദ്ധം പറ്റി. നിങ്ങളാരും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഒന്ന് ഉള്ളി വഴറ്റിയതിന് ശേഷം ഈ അരപ്പ് അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി ഇതിൽ ഒരു പൊടികളും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളെല്ലാ മസാലപ്പൊടികളും അതിലിടുക. ബേസിക് ആയിട്ടുള്ളത് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ്, ചെറിയ ബേബി പൊട്ടറ്റോ എപ്പോഴും ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ടും കൂടി മസാലയും ആ ഉപ്പും എരിവും ഒക്കെ പിടിക്കും. അതിനുശേഷം എല്ലാ ചപ്പാത്തി കറിക്ക് ഇടുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് കസൂരി മെത്തി ഇടും. പിന്നെ കുറച്ച് ഇതുണ്ടെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടാൽ നല്ലതാണ്. എല്ലാം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞ് മിക്സ് ചെയ്ത് തിളവന്ന് എല്ലാം വേവിച്ച സാധനം ആയതുകൊണ്ട് എല്ലാം ഒന്ന് ചൂടായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ആ കറിയിലോട്ട് എല്ലാം ഒന്ന് യോജിച്ച് വരുന്ന വരേക്കുള്ള സമയമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് കറി പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിയിലയും കസൂരി മേത്തിയാണ് ഏറ്റവും അവസാനം ഇട്ടത്. അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കും. ഒന്ന് ആവി കയറിയിട്ട് എല്ലായിടത്തും ചൂട് തട്ടി ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ടേ. ഇതിനെ ആലൂദം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, അതായത് ഒരു ടിപ്പിക്കൽ ആലൂദമൊന്നും അല്ലെങ്കിലും ഒരു ബേബി പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ആലൂദം കറി തന്നെയാണ്. ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ ആ കറിയുടെ ഇടയിൽ തന്നെ ചപ്പാത്തി മാവ് വേണ്ട ബോൾസൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേഗം പരത്തിയെടുക്കാം. അത് കഴിഞ്ഞ് ചുട്ട് കഴിഞ്ഞാൽ ഡിന്നർ റെഡിയായി.
എനിക്ക് ചപ്പാത്തി അത്ര ഫാസ്റ്റായിട്ട് പരത്താൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം എല്ലാം പരത്തിയെടുക്കുന്നത്. പരത്തിയതിന് ശേഷം മാത്രം ചുടാൻ വരുന്നത്. കുറേ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചുടലും പരത്തലും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. എനിക്കത്ര സ്പീഡില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം എല്ലാം പരത്തിയെടുക്കും, പിന്നെ എല്ലാം ഒരുമിച്ച് ചുട്ടെടുക്കും. ഇനിയിപ്പോൾ പിള്ളേർക്ക് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണ്. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും ഹസ്ബൻഡും കൂടി കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഡിന്നർ പരിപാടി അങ്ങനെ തീർന്നു. കുട്ടികൾ ഇപ്പോഴും ടി വി കണ്ടുകൊണ്ടേ ഇരിക്കുകയുണ്ടോ ഞാൻ അവിടെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ടി വി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കാറ്. അത് കഴിഞ്ഞ് ഡിന്നർ പരിപാടി എല്ലാം കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ക്ലീനിങ്. ഓരോ പരിപാടി കഴിഞ്ഞാലും ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക, പിന്നെ അങ്ങ് അടുക്കളയും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസമേ കഴിഞ്ഞു. എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ട് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ രാവിലെ വരുമ്പോൾ എല്ലാം ക്ലീനായിട്ട് ഇരിക്കണ്ടാവും. ക്ലീനായിട്ട് ഇരുന്നാൽ നമുക്ക് ജോലി ചെയ്യാൻ എളുപ്പം തോന്നും. ഞാൻ അതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നാളെ കുടിക്കാനുള്ള വെള്ളം. ഇപ്പോൾ രാത്രി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കെല്ലാം കറക്റ്റ് തണുത്താറിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ മാവ് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്, ഇപ്പോൾ പൊങ്ങാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പുറത്ത് തന്നെ വെക്കുന്നത്. എല്ലാം ക്ലീനിങ് കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോഴാണ് മാവ് എടുത്തപ്പോഴാണ് ആ പാത്രം എടുത്തതിൻ്റെ അടിയിൽ കുറച്ച് മാവ് പോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങ് വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണേ. ഇനിയിപ്പോൾ കഴിക്കുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മോന് നാളേക്ക് സ്കൂളിലേക്ക് കുറച്ച് ഹോംവർക്കും ആക്ടിവിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി എഴുതാൻ ഭയങ്കര മടിയാണ്. കൂടെ ഇരുന്നാൽ മാത്രമേ എഴുതുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് എഴുതാൻ ഓരോ ലൈൻ എഴുതുമ്പോഴും ഒരു ലൈൻ എഴുതാൻ കുറച്ച് സംസാരിക്കും, ഒരു ലൈൻ എഴുതാൻ കുറച്ച് സംസാരിക്കും, അങ്ങനെയാണ്. ഭയങ്കര സ്ലോ ആണ്. ഇതൊന്നും ഒരാവശ്യമില്ലാത്ത സാധനമാണ്. എന്തിനാ അതൊക്കെ എടുത്തതെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച ചെറിയ മോൻ വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് കേടുവരുത്തും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്സാക്കും. അതുകൊണ്ട് വേഗം അവൻ കാണാതെ എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ. ഇനി അവന് സ്കൂളിലേക്ക് നാളേക്ക് എന്തൊക്കെ ആക്ടിവിറ്റിയിൽ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്ന് ഹോംവർക്കെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം അവനെ കിടത്തി ഉറക്കണം. ഇവൻ നേരത്തെ ഉറങ്ങും. ഇവൻ നാളെ സ്കൂളുള്ള കാരണം നേരത്തെ ഉറങ്ങണമല്ലോ. ഇവൻ രാവിലെ നേരത്തെ എണീക്കും ചെയ്യും. ഒരു 6-6:15 എഴുന്നേക്കും ചെയ്യും. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് എടുത്തിട്ട് പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കണം. മോന് കുടിക്കാനുള്ള പാലുണ്ടാക്കണം. മാവ് ഇന്നലെ രാത്രി ഞാൻ ക്ലീൻ ചെയ്ത് പോകുന്ന വരെ നോക്കിയപ്പോഴും മാവ് പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചെറിയ മോനൊക്കെ ഒന്ന് ഉറക്കിയിട്ട് ഞാൻ വെറുതെ വന്ന് നോക്കുമ്പോൾ മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. എന്നിട്ട് ഇപ്പോൾ രാവിലെ എടുത്തിട്ട് പുറത്തോട്ട് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കുറച്ച് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ള സമയം, 6-6:15 ആയിട്ടേ ഉണ്ടാവുള്ളൂ സമയം. നമ്മളെന്തായാലും ഒരു 9-9:30 ഭക്ഷണം കഴിക്കുക. ആ സമയമാകുമ്പോഴേക്കൊക്കെ ഇത് അപ്പോഴേക്കും നന്നായി പൊങ്ങി വന്നോളും. ചായ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയപ്പോഴാണ് പഞ്ചസാര കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ പുതിയതായി പഞ്ചസാര പാക്കറ്റ് കൊട്ടി വയ്ക്കുകയാണ്. അങ്ങനെ ചായ റെഡിയായി, പാലും റെഡി. രണ്ടും കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചത്. ഭയങ്കര തിളച്ചിട്ടല്ലേ, നല്ല ചൂടാണ്. ആ സമയം കൊണ്ട് ഇന്നലെ കഴുകി വെച്ച എല്ലാ പാത്രങ്ങളും അതിൻ്റേതായ സ്ഥലത്തിലോട്ടൊക്കെ മാറ്റി വയ്ക്കാം. മോൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഇപ്പോൾ ആവശ്യമുള്ളതല്ല, അതുകൊണ്ടാണ് അതൊന്നും അടച്ചു വെക്കാതെ എടുത്ത് വയ്ക്കണം. ഇപ്പോൾ തന്നെ ഇനി അതിലോട്ട് ഇന്നത്തെ ഭക്ഷണമൊക്കെ കൊടുത്തു വിടേണ്ടതല്ലേ. അപ്പോഴേക്കും മോൻ എണീറ്റ് വന്നു. അവന് പാല് കൊടുത്തു. രാവിലെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് മുഖം കഴുകുന്നു, ഫ്രഷ് ആയിട്ടുള്ളൂ. ഭയങ്കര ഉറക്കക്ഷീണത്തിലാണ്. ഇന്ന് അവന് കൊണ്ടുപോകാൻ കൊടുക്കുന്ന കൂടുതൽ ഞാൻ സ്നാക്കായിട്ട് ഫ്രൂട്ട്സാണ് കൊടുത്തു വിടാൻ. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു വിടാം, ടിഫിനായിട്ട് തന്നെ കൊടുക്കുക. ഇവന് ചോറ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ല. ഇന്ന് ആപ്പിളും ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത്. ഈ ആപ്പിൾ കുറച്ച് കഴിഞ്ഞാൽ കളറ് മാറുമല്ലോ. അതിന് എനിക്ക് ഒരു ചേച്ചി പറഞ്ഞത്, ഇവിടെ തന്നെ നമ്മുടെ നെയ്ബർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ്. കുറച്ച് ഉപ്പ് വെള്ളത്തിൽ
ഇത് ആപ്പിൾസ് മുക്കിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി കഴുകി ക്ലീൻ ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു തുണിയിൽ അങ്ങ് തുടച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുത്താൽ അത് കളറേ മാറില്ല എന്ന്. ശരിയാണ്, ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ശീലിച്ച് വന്ന സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണത്, ആപ്പിളിൻ്റെ കളർ ഇങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആപ്പിളും ഓറഞ്ചും റെഡിയായി. ഇനി ഉച്ചയ്ക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ അവന് ചപ്പാത്തിയാണ് കൊടുത്തുവിടണേ. ചപ്പാത്തി ആയിട്ടല്ല, ഇതിന് പോക്കറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട്, ചപ്പാത്തിയുടെ ഉള്ളിൽ ഇങ്ങനെ നെയ്യ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലങ്ങ് എടുക്കും. ഇത് ഇങ്ങനെ ഉണ്ടാക്കി ചുട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു സൈഡ് ഓപ്പൺ അയച്ച് ഇങ്ങനെ പോക്കറ്റ് പോലെ തോന്നും. അതാണ് പോക്കറ്റ് ചപ്പാത്തി പറയണത്. അങ്ങനെ അവനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ 9-9:30 ആകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ടായിരുന്നു, ആപ്പമാവ്. ഈ സമയത്താണ് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോഴാണ് ഉപ്പിട്ടിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആപ്പം ചുട്ടെടുക്കാം. നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മാവ് അരച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അമ്മയുള്ളപ്പോൾ അമ്മയ്ക്ക് അരക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടും അങ്ങനെ ട്രൈ ചെയ്യാം. പക്ഷെ അതൊന്നും അത്ര സോഫ്റ്റായിട്ട് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊന്ന് അരച്ച് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ളൊരു ആകാംക്ഷ. അങ്ങനെ ആപ്പച്ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചു. മാവ് നന്നായി പൊങ്ങിയ ശേഷം ഞാനൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഒരു ഓർമ്മയില്ലാതെ ഇതിൽ തന്നെ എല്ലാം പെട്ടെന്നങ്ങ് ഇത് വെച്ചു. ആപ്പച്ചട്ടി അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല. അതിൽ തന്നെ അങ്ങ് എടുത്തിട്ട് ആപ്പം ചൂടാൻ തുടങ്ങി. ഇത് ഞാൻ മോന് കൊടുക്കാനുള്ളത് കുറച്ച് നെയ്യ് അങ്ങ് ചേർത്തതാണ്. ആപ്പം നല്ല ഇങ്ങനെ കുത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ കുത്തുള്ള ആപ്പം വന്നാൽ ഇത്തിരി സോഫ്റ്റ് ആണെന്നും അല്ലെങ്കിൽ ഇങ്ങനെ അതാണല്ലോ ആപ്പത്തിൻ്റെ ഒരു ഇത്. ഇങ്ങനെ ഇടയിൽ ഓരോ കുത്ത് വന്ന് വെച്ചാൽ നല്ല അങ്ങനെ ആകുമ്പോൾ നല്ല ആപ്പം എന്ന് വിചാരിച്ച്. പക്ഷേ നോക്കിയപ്പോൾ എൻ്റെ പാൻ നമ്മൾ കുറേ ദിവസമായി ഓവറായിട്ട് ചൂടായത് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു സൈഡ് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ചെയ്തപ്പോൾ ആദ്യമേ കുറച്ച് എണ്ണയൊക്കെ അങ്ങ് പുരട്ടി ഇതിൽ ആപ്പച്ചട്ടിയിലോട്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷമാണ് പിന്നെ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു, ഒട്ടിപ്പിടിച്ചതേ ഇല്ല. ഇത് നോൺ സ്റ്റിക്ക് പാനാണ്, എന്നാലും ഒരു സൈഡ് കൂടിപ്പോയത് എന്തുകൊണ്ടോ അങ്ങ് ഒരു സൈഡ് ഒട്ടിപ്പിടിച്ചു. ചിലപ്പോൾ ആദ്യത്തെ 1-2 അങ്ങനെ സംഭവിക്കും. പിന്നെ ഞാൻ കുറച്ചങ്ങ് എണ്ണ ഒഴിച്ചങ്ങ് ശരിയായി കിട്ടി എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആപ്പം ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുക്കണമെന്നും അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്